ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡിസംബർ 12 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള iQOO 12 സീരീസ് ആണ്. ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ iQOO 12ൻ്റെ കീ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസ്സറും ആൻഡ്രോയിഡ് V14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഒറിജിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും 6.78 ഇഞ്ച് AMOLED ഡിസ്പ്ലേ, അതുപോലെ 144 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, 12 GB റാം, 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതിൽ സ്റ്റോറേജ് എക്സ്പാൻഡബിൾ അല്ല. പിന്നെ 5000 mAh ബാറ്ററി ബാക്കപ്പ്, 120 വാട്ട് ഫ്ലാഷ് ചാർജിങ്. ഇതെല്ലാമാണ് ഇതിൻ്റെ കീ സ്പെസിഫിക്കേഷൻസ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. അതിൽ 50 മെഗാ പിക്സൽ, പിന്നെ 50 മെഗാ പിക്സൽ, പിന്നീട് ഒരു 64 മെഗാ പിക്സൽ, അങ്ങനെ 3 ക്യാമറകളാണ് റിയർ ക്യാമറയിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ 16 മെഗാ പിക്സലാണ്. അതുപോലെ ഇത് കൂടാതെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ, കോമ്പസ്, ഇതെല്ലാം ഈ ഫോണിൽ ഉള്ള ഒരു സവിശേഷതയാണ്. പിന്നെ 5G, ഇത് ഇന്ത്യയിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. iQOO 12 പ്രോയിലും ഏതാണ്ട് സെയിം സ്പെസിഫിക്കേഷൻസൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുള്ളത്, iQOO 12ൽ 12 GB റാം ഉള്ളപ്പോൾ iQOO 12 പ്രോയിൽ 16 GB റാം ഉണ്ട്. അതുപോലെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, റിവേഴ്സ് ചാർജിങ് ഉണ്ട്. അത് iQOO 12ൽ ഇല്ല. NFC 2ൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ IP68 റേറ്റിംഗ് iQOO 12 പ്രോയിലുണ്ട്. ബാറ്ററി ഭാഗം നോക്കുമ്പോഴും iQOO 12ൽ 5000 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ളപ്പോൾ iQOO 12 പ്രോയിൽ 5100 mAh ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അതുപോലെ iQOO 12ൽ വയർലെസ് ചാർജിങ് ഇല്ല. iQOO 12 പ്രോയിൽ വയർലെസ് ചാർജിങ് ഉണ്ട്. അതുപോലെ റിവേഴ്സ് ചാർജിങ്ങും iQOO 12 പ്രോയിലുണ്ട്. അത് iQOO 12ലില്ല. പിന്നെ നോക്കുമ്പോൾ iQOO 12 പ്രോയിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും iQOO 12 പ്രോയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ iQOO 12ഉം പ്രോയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത് ഏതാണ്ട് 55Kക്കും 60Kക്കും ഇടയ്ക്കാണ്. അപ്പോൾ ഇതിൽ iQOO 12ഉം പ്രോയും തമ്മിൽ ഏതാണ്ട് ഒരു 5000 രൂപയുടെ ഒരു ഡിഫറൻസ് വരാനാണ് സാധ്യത. എന്തായാലും ഫോൺ 12 ലോഞ്ച് ചെയ്യുന്നതായിട്ടാണ് ലേറ്റസ്റ്റ് അപ്ഡേഷൻസ്. അതിൽ തന്നെ iQOO 12 ആണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. iQOO 12 പ്രോയുടെ കാര്യം ഇനിയും കൺഫേം ആയിട്ടില്ല. ചൈനയിൽ ഈ ഫോൺ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്.